ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ഇടിയപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിമിലേക്ക് സോസ് പാൻ വെച്ച് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് മറ്റൊരു സോസ് പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു റോസ്റ്റഡ് സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിക്കാനായിട്ട് വെച്ച വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം നേരെ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു തടിത്തവി കൊണ്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചൂടാറാൻ എടുക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചും അതുപോലെ തന്നെ തട്ടും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ ചെറിയ രീതിയിൽ ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, ആ രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ അച്ചിലേക്ക് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നമ്മൾ ഫുള്ളായിട്ട് മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടിൽ ഇതേപോലെ കുറേശ്ശെ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മീതെയായിട്ട് ഇതേപോലെ അച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തെ 4 മാത്രമാണ് ഞാൻ ഇതേപോലെ തേങ്ങ ഇട്ട് എടുക്കുന്നത്. ഈ ഒരു അളവിൽ ഏകദേശം നമുക്കൊരു 12-13 ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രമൊക്കെ നല്ലപോലെ ആവി കയറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. ഞാൻ 2 തട്ടായിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. ഇത് മൂടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുള്ളായിട്ട് അടച്ചു മൂടരുത്. ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം മൂടി വെക്കാനായിട്ട്. ഏകദേശം 7 മിനിറ്റിൽ നമ്മുടെ ഇടിയപ്പമൊക്കെ കുക്കായി കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഇടിയപ്പമൊക്കെ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഇടിയപ്പത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചിരകിയ തേങ്ങയും കുറച്ച് വെള്ളവും ചേർത്ത് 2 ഏലക്കയും കൂടി ഇട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. മിക്സിയിൽ നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ തേങ്ങാപ്പാലിന് ഇരിക്കുന്നത്. നല്ല അടിപൊളി കോംബോ ആണ് ഈ ഇടിയപ്പവും തേങ്ങാപ്പാലും കൂടി. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഗോതമ്പ് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.